ഹൈ ഡേസ് സലൂൺ സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി 23,800 എന്ന റേഞ്ച് മറികടന്നിരിക്കുകയാണ്. സെൻസെക്സും 600 പോയിന്റിന്റെ ഒരു റാലി രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും IT സ്റ്റോക്ക് തിരികെ കയറി. TCSും വിപ്രോ ഉൾപ്പെടെയുള്ള IT സ്റ്റോക്ക് ശക്തമായ രീതിയിൽ നിഫ്റ്റിനെ പിന്തുണച്ചിട്ടുണ്ട്. ബാങ്കിങ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് HDFC ബാങ്ക് അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. പക്ഷേ ICICIയും കൊടാക് ബാങ്കും SBIനും ആ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ റാലിക്ക് ചുക്കാൻ പിടിച്ചു. നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കാം. ജിയോ ഫിനാൻസ്, എറ്റേണൽ, ടെക്കം, MNM, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസാണ് ടോപ്പ് പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. കോൾ ഇന്ത്യ, NTPC, സിപ്ല, സൺഫാർമ, HUL തുടങ്ങിയ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. പൊതുവെ മാർക്കറ്റ് രാവിലെ മുതൽ പ്രീ മാർക്കറ്റ് സെക്ഷൻ മുതൽ തന്നെ ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ ഫ്യൂച്ചറും US ഫ്യൂച്ചറും പോസിറ്റീവിൽ തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഇറാനിൽ നിന്ന് അത്ര നല്ല ന്യൂസ് അല്ല കണ്ടത്. അവിടുത്തെ ചീഫ് കമാൻഡിംഗ് ഓഫീസർ കൊല്ലപ്പെട്ടു. ആയത്തുല്ല ഖമീനിക്ക് ശേഷം അവിടെ കൊല്ലപ്പെടുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ടാമത്തെ നേതാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നിലനിന്നിരുന്നു. പക്ഷേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ക്രൂഡ് പ്രൈസ് $100 പെർ ബാരലിന് മുകളിൽ തന്നെയാണ്. എന്നാലോ ഇന്ത്യ വിക്സും US വിക്സും ശക്തമായ രീതിയിൽ ക്രാഷ് രേഖപ്പെടുത്തി. അത് മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റിയും ഒരു ഫിയർ ഫാക്ടർ പതിയെ മെൽറ്റായത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ സ്റ്റിൽ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രൂഡ് പ്രൈസ് $100 പെർ ബാരലിന് മുകളിൽ തന്നെയാണ് ഉള്ളത്. അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. മാർക്കറ്റ് ഒരു റിവേഴ്സലായോ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് പറയാറായിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ക്രൂഡ് പ്രൈസ് ഒരു 90 ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരണം. ഇനി ഇൻഡിഗോയും ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. HDFC ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇനീഷ്യലി ഡ്രാഗ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് HDFCയും തിരികെ കയറാനായിട്ട് പറ്റി. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ഇന്നൊരു $11 ഇടിഞ്ഞ് 5000 താഴെ പോയി. സിൽവർ 80, ബിറ്റ്കോയിൻ 74,000 റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ബ്രന്റ് ഓയിൽ കാണാം 103 ആണ്. നാച്ചുറൽ ഗ്യാസ് 2.34% ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അവിടെ തന്നെയാണ് ഉള്ളത്. ഡോ ഫ്യൂച്ചർ കാണാം 240 പോയിന്റ് പ്ലസിലാണ്. ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് നിക്കി ജപ്പാൻ മാർക്കറ്റ് 1600 പോയിന്റിന്റെ ശക്തമായ റാലി രേഖപ്പെടുത്തി. കോസ്പി നോക്കുകയാണെങ്കിൽ 5% ശക്തമായ റാലി രേഖപ്പെടുത്തി. പിന്നീട് ഓപ്പൺ ചെയ്ത ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ വളരെ പോസിറ്റീവായിരുന്നു. ഏറ്റവും അവസാനം കാണുന്നത് ഡോയും നാസ്ഡാക്കാണ്. ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റും നാസ്ഡാക്കും ആണ്. അത് വളരെ പോസിറ്റീവായിരുന്നു. കൂടാതെ തന്നെ US വിക്സും ഇന്നലെ ക്രാഷ് ചെയ്തിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് 3 ദിവസം നിഫ്റ്റി പോസിറ്റീവാണ്. കണ്ടിന്യൂസ് 3 ദിവസം ഇന്ത്യ വിക്സ് കൂൾ ഡൗൺ ആയി, US വിക്സ് കൂൾ ഡൗൺ ആയി. ആ ഒരു മാർക്കറ്റിലുള്ള ഫിയർ ഫാക്ടർ ഈവൻ ക്രൂഡ് പ്രൈസ് 100ന് മുകളിലാണെങ്കിൽ കൂടിയും ആ വിക്സ് കൂളായത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് നമുക്ക് ഇവിടെ നമ്മുടെ ഓഫീസിൽ 28, 29 തീയതികളിലാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക്കിൻ്റെയും ക്ലാസ് ഉള്ളത്. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്വയറി അറിയിക്കാം. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് നേരെ പോകാം. ആദ്യം TCS ആണ്. IT കമ്പനിയായിട്ടുള്ള TCS പേഴ്സണൽ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു AI ബിസിനസ് എല്ലാം തന്നെ കൊളാബ് ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ബോഷ് കമ്പനി ഇവർ ടാറ്റ ഓട്ടോകോംബായിട്ട് ഒരു പുതിയ ജോയിന്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് അവരുടെ ഭാഗത്ത് നിന്ന് ജിയോയുടെ എല്ലാം തന്നെ IPO എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ അവരുടെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ബാങ്കിനെ സമീപിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. PVR ഇനോക്സ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത കമ്പനിയാണ്. ഇലാറ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി PVR ഇനോക്സിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ടാർജറ്റ് 1300 വരെ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ദുരന്തർ 2 ഇവരുടെ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം തന്നെ ഒരു 300 CR അഡ്വാൻസ് ബുക്കിങ്ങും ദുരന്തർ 2 രേഖപ്പെടുത്തി. കൂടാതെ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് മൂവീസ് എല്ലാം തന്നെ ലൈനപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PVR എലാറ ക്യാപിറ്റൽ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. BML കമ്പനി അവർക്കൊരു മെട്രോ റെയിലിൻ്റെ ഒരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. $5.5 ബില്യൺ ഒരു ഓർഡറാണ്. സ്റ്റോക്ക് ഇന്ന് 3.25% റാലി രേഖപ്പെടുത്തി. L&T ഈ ഒരു ഇറാൻ വാറിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് L&T ആണ്. L&T ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി L&Tനെ അപ്ഗ്രേഡ് ചെയ്തു. L&T ഇന്ന് 2.2% ഒരു റാലി രേഖപ്പെടുത്തി. HDB ഫിനാൻസ് കമ്പനി ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി HDB ഫിനാൻസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. HDB ഫിനാൻസിന്റെ ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും
IPO പ്രൈസിൽ നിന്നും താഴെ പോയിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു 1.62% ഒരു മൂവ്മെന്റ് കണ്ടു. ഭാരത് ഹെക്സാകോൺ കമ്പനി ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് 3.81% ഒരു മൂവ്മെന്റ് കണ്ടു. ഇന്ത്യൻ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ലീഡിംഗ് കമ്പനിയാണ് ഇന്ത്യൻ ഹോട്ടൽ. അപ്പോൾ ഇവരെ നുമാറ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ ഹോട്ടലിനെ അപ്ഗ്രേഡ് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് 2.79% റാലി രേഖപ്പെടുത്തി. തോമസ് കുക്ക് കമ്പനി ഈ ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ് തോമസ് കുക്ക്. അപ്പോൾ അവരുടെ കമ്പനി റീസ്ട്രക്ചർ ചെയ്യുമെന്ന് കമ്പനി ഇന്ന് അനൗൺസ് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് 5.94% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് റിയാലിറ്റി കമ്പനിയാണ്. കമ്പനി 20 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. 1350 കോടി രൂപക്ക് ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് അക്യൂർ ചെയ്തത്. സ്റ്റോക്ക് ഇന്ന് 4.7% റാലി രേഖപ്പെടുത്തി. അർബൻ കമ്പനി ഇവര് SBI മ്യൂച്വൽ ഫണ്ട് അർബൻ കമ്പനിയിൽ ഉള്ള അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയാണ്. SBI മ്യൂച്വൽ ഫണ്ട് 600 കോടി രൂപ ഇന്ന് അക്യൂർ ചെയ്തിട്ടുണ്ട്, ബൈ ചെയ്തിട്ടുണ്ട്. ഡി ഡെവലപ്മെന്റ് കമ്പനി സ്റ്റോക്ക് ഇന്ന് ഫോള് രേഖപ്പെടുത്തി. ഈ ഒരു ഇറാൻ വാറിന്റെ ബേസിൽ ഇവരുടെ എക്സ്പോർട്ട് എല്ലാം തന്നെ കുറയുമെന്നുള്ള ഒരു ന്യൂസ് പറഞ്ഞതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഇന്ന് 10% ഫോള് രേഖപ്പെടുത്തിയത്. 2 ഷിപ്പിംഗ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ഒന്ന് മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും 2 ഷിപ്പിംഗ് കോർപ്പറേഷനും. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ന് 2.24% മൂവ്മെന്റ് ഉണ്ടായി. പ്രധാനമായിട്ടും മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൽ നിന്നും അവർക്ക് ഒരു ഓർഡർ കിട്ടി. മസഡോങ് ഇന്ന് റാലി രേഖപ്പെടുത്താനായിട്ട് പ്രധാന കാരണം ഇവർക്ക് മെത്തലോണിന്റെ എല്ലാം തന്നെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായിട്ട് ഇവരൊരു പുതിയ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇന്ന് പോസിറ്റീവിൽ മൂവ് ചെയ്യാനായിട്ട് കാരണം. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ആസ് ഓഫ് നൗ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇറാൻ ആ ഒരു വാറ അതേപോലെ തന്നെയാണ് ഉള്ളത്. ഈ ചീഫ് കമാൻഡിങ് ഓഫീസർ കൊല്ലപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ എനിവേ മാർക്കറ്റിൽ ആ ഒരു ഫിയർ വിക്സ് കൂൾ ഡൗൺ ആയെങ്കിൽ കൂടിയും യുദ്ധം അത് ക്ഷമിക്കുന്ന യാതൊരു ന്യൂസും വന്നില്ല. അതൊന്നാമത്തെ കാര്യം. ക്രൂഡിൻ്റെ ആ ഒരു പ്രൈസ് അത് സ്റ്റേബിൾ ആയിട്ടില്ല. അഡ്നോക്കും അല്ലെങ്കിൽ അരാംകോയും എല്ലാം തന്നെ വളരെ റീസെൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് അവരുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. അപ് ടു 20% ഒരു കുറവുണ്ടായി എന്നുള്ളതാണ്. LPG നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ LPG ഇന്ത്യക്ക് ഏകദേശം 50 ലക്ഷം LPG സിലിണ്ടർ ആണ് ഒരു ദിവസം വേണ്ടത്. കേരളത്തിന് 2 ലക്ഷം LPG സിലിണ്ടർ ഒരു ദിവസം വേണം. അപ്പോൾ അതിന് പോസിറ്റീവായ രീതിയിലുള്ള ഒരു വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല. ഭീതി പറയുന്നതല്ല, നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കുക. കാരണം എന്ത് കാരണം കൊണ്ടാണോ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത് ആ കാരണം എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. യുദ്ധവും അതേപോലെ തന്നെയുണ്ട്, ക്രൂഡ് പ്രൈസും അതേപോലെ തന്നെ $100 പെർ ബാരലിന് മുകളിൽ തന്നെയാണ് ഉള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് പൊസിഷൻസീസിൽ എല്ലാം തന്നെ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. വിക്സ് കൂൾ ഡൗൺ ആയതുകൊണ്ട് തന്നെ ബയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സെല്ലേഴ്സ് ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഒക്കെ എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇനി നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.